ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ ഹെന്ന ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരുവിധം എല്ലാവരും ഹെന്ന യൂസ് ചെയ്യുന്നവരായിരിക്കും. ഒന്നില്ലെങ്കിൽ ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതല്ലെങ്കിൽ ഈ അകാല നര ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റെമഡി എന്നുള്ള പോലെ. അപ്പോൾ നമുക്ക് ചിലവർക്കെങ്കിലും വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഹെന്ന ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായപ്പൊടി, ഒരു 2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച വെള്ളമാണ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബീട്രൂട്ട്, ഞാൻ ആ കാണിച്ച വലുപ്പത്തിലുള്ള ഒരു ബീട്രൂട്ടിൻ്റെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തത്, വെള്ളമൊന്നും ചേർക്കാതെ. പിന്നെ ഒരു നാരങ്ങ, അതുപോലെ തന്നെ ഹെന്ന പൗഡറായിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ ബഞ്ചാറാസിൻ്റെ നാച്ചുറൽ ഹെന്ന പൗഡറാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് വൺ ഒരു മുട്ടയാണ്. മുട്ട ഫുള്ളായിട്ടാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ നാരങ്ങയ്ക്ക് പകരം നമുക്കിവിടെ മോരോ തൈരോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നാരങ്ങയും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഹെന്ന പൗഡർ നമ്മൾ ഇതിൽ പകുതി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് വന്നിട്ട് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്, 60 രൂപയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ബഞ്ചാറാസിൻ്റെ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിന് മുന്നേ നൂബുറിൻ്റെ ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്, പക്ഷേ എനിക്കത് തീരെ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുമാതിരി ഇരുമ്പ് ചട്ടി, ഇരുമ്പ് ആണി, ഇതൊന്നും ഇതിൽ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫുള്ള് ഈ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 100 ഗ്രാമിൻ്റെ പൗഡറിൻ്റെ ഹാഫ് ഓഫ് ദ പോർഷനാണ് ഇതിലോട്ട് എടുക്കുന്നത്. 50 ഗ്രാമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി 50 ഗ്രാം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. കറക്റ്റ് 50 ഗ്രാം എന്നൊന്നല്ല, പകുതി, നേർപകുതിയാണ് നമ്മളിതിൽ യൂസ് ചെയ്യാൻ എടുക്കുന്നത്. അതിനുശേഷം ഒരു മുട്ട ഞാൻ പറഞ്ഞ മാതിരി ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീര്, ഒരു നാരങ്ങ ഫുള്ളായിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി സ്ക്വീസ് ചെയ്യണില്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് നമ്മുടെ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം എന്ന് പറഞ്ഞല്ലോ, അത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ വെള്ളം കൂടി പോവരുത്. നമ്മുടെ തലയിൽ തേക്കണ സമയത്ത് ഹെയറിൽ അത്യാവശ്യം എന്താ പറയുക, ഒരു കൊഴുപ്പനെ ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ നന്നായിട്ട് ലൂസായി കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ ഒഴുകി വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മിക്സ് ചെയ്യണ സമയത്ത് ഇങ്ങനൊരു ഗ്ലൗസ് മാതിരി അല്ലെങ്കിൽ ഒരു കവർ മാതിരി കയ്യിലിട്ടിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ കയ്യിലൊക്കെ കളർ പിടിച്ച് ആകെ വൃത്തികേടാവാനുള്ള ചാൻസ് ഉണ്ട്. മിക്സ് ചെയ്യുമ്പോഴും അതെ, തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അതെ, ഇതുപോലെ കവർ എന്തെങ്കിലും യൂസ് ചെയ്യായിരിക്കും എപ്പോഴും ബെറ്റർ. അതല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് റിമൂവ് ആയി പൊക്കോളും. എന്നാലും ഒരു കളർ മാതിരി ഇരിക്കും, ഒരു വൃത്തികേടാണ്. അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്ത് വൃത്തിയാക്കി ആ പാത്രം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കണം കേട്ടോ. തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുക. എന്നാലാണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു മിക്സൊക്കെ സെറ്റായിട്ട് വരുള്ളൂ. അല്ലാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല, തലയിൽ കളറൊന്നും പിടിക്കില്ല. എനിക്ക് വന്നിട്ട് ഒരുപാട് ഗ്രേ ഹെയർ ഒന്നും ഇല്ല. എനിക്ക് ഫ്രണ്ടിൽ ഒരു 4-5 ഗ്രേ ഹെയർ ഉണ്ട് കേട്ടോ, ഫ്രണ്ട് പോർഷനിൽ. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഹെന്ന ഇടാറുള്ളത്, അല്ലാതെ ഹെയർ കെയർ റൂട്ടീൻ്റെ ഭാഗമായിട്ടൊന്നല്ല. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് ഞാനങ്ങനെ ആ ഒരു പാത്രം മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള ഹെന്ന പൗഡർ നന്നായിട്ട് എയർ കടക്കാത്ത രീതിയിൽ സെക്യൂർ ചെയ്തിട്ട് എടുത്ത് വെക്കുക. ഞാനിവിടെ നന്നായിട്ട് ഇതുമാതിരി തിരിച്ച് മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് പിന്നെയും നമ്മുടെ സെയിം ആ പൗച്ചിൽ തന്നെ എടുത്ത് വെക്കുക ചെയ്യണത്. ആ ഒരു പൗച്ച് നമുക്കിങ്ങനെ കീറിയെടുക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ പ്രസ് ചെയ്യണ രീതിയിലുള്ളൊരു പൗച്ചായിരുന്നു. അപ്പോൾ നമുക്കത് വിടിയിച്ച് കഴിഞ്ഞു വെച്ചാൽ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പൗച്ചിൽ തന്നെ ആക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ നമ്മൾ എയറൊക്കെ കിടന്നു കഴിഞ്ഞു വെച്ചാൽ ഇനി യൂസ് ചെയ്യണ സമയത്ത് ഉദ്ദേശിച്ച മാതിരി റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു ഹെന്ന വന്നിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ചയോടുകൂടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൗസ് കയ്യിലിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പം പാർലറിലൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ അവർ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല വൃത്തിക്ക് ചെയ്തു തരുമായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇത് വീട്ടിലായതുകൊണ്ട് അത്ര വൃത്തി മെനൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത്. നമുക്ക് ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് കിട്ടുമായിരിക്കും. പക്ഷേ ഈ നമുക്ക് ഒറ്റയ്ക്കും ചെയ്യാവുന്ന തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഹെയറിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് എടുക്കുക. മെയിനായിട്ട് ഫസ്റ്റ് ഈ ബാക്കിലത്തെ സൈഡിൽ നിന്ന് ഫസ്റ്റ് എടുക്കുക. എന്നിട്ട് റൂട്ടിൽ നിന്ന് അറ്റം വരെ ഈ ഒരു ഹെന്ന നന്നായിട്ട് എന്താ പറയുക തേച്ച് പിടിപ്പിച്ച്
ഇങ്ങനെ റൗണ്ട് ചെയ്ത് തലയിൽ ചുറ്റി വെക്കുക കേട്ടോ മുടി. അങ്ങനെ നമ്മുടെ ഓരോ പോർഷനും സെയിം ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്തെടുക്കുക. എനിക്ക് കൂടുതലായിട്ട് ഗ്രേ ഹെയർ ഉള്ളത് ഫ്രണ്ട് പോർഷനിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിൽ ഒരുപാട് ഇങ്ങനെ അച്ചാലം പിച്ചാലം തേച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ ഞാൻ എന്താ പറയുക വാരി തേക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. എല്ലായിടത്തും തേക്കുന്നുണ്ട്, പക്ഷേ ഫ്രണ്ടിൽ കുറച്ച് അധികം ഞാൻ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്കിപ്പോൾ ഫുള്ളായിട്ട് ഗ്രേ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാക്കറ്റ് ഫുള്ളായിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തും പിന്നെ എത്രത്തോളം ഉള്ളുണ്ടെന്നൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. എനിക്കിപ്പോൾ അത്രമാത്രം ലെങ്ത്തോ ഉള്ളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 100 ഗ്രാമിൻ്റെ പകുതി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള അളവെടുക്കുക. നമുക്കറിയാമല്ലോ ഇപ്പോൾ എത്രത്തോളം ഹെയറിലേക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഉള്ളും നീളമൊക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ 100 ഗ്രാം എടുത്താലും പ്രശ്നമില്ല. ഫസ്റ്റ് ടൈം അങ്ങനെ യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഇനി തൊട്ടിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ മാതിരി എല്ലാ ലെയറും വന്നിട്ട് ഇതുമാതിരി ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യണ സമയത്ത് നല്ലോണം ചാർജ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മിനിമം ഒരു 400-ന് മുകളിൽ എന്തായാലും ഉണ്ട്. 400-450 രൂപയൊക്കെ തോന്നുന്നു ഇവിടെയൊക്കെ ചാർജ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വീട്ടിൽ തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം പോയാൽ 100 രൂപയുടെ ചിലവാണ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രൊഡക്റ്റുകളുടെ കോസ്റ്റൊക്കെ ഞാനിതിൽ പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മന്ത്ലി ഒക്കെ പാർലറിൽ പോയി ചെയ്യണവർക്ക് വളരെ എഫക്റ്റീവായിട്ട് കോസ്റ്റ് കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ അത്. പിന്നെ ചിലപ്പോൾ നല്ലോണം ഗ്രേ ഹെയർ ഉള്ളവർക്ക് ഈ ഒരു മൈലാഞ്ചിയുടെ ഷെയ്ഡ് കളർ വന്നിട്ട് മുടിയിൽ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെന്ന അപ്ലൈ ചെയ്ത് 2 മണിക്കൂറിന് ശേഷം കഴുകി കളഞ്ഞതിന് ശേഷം ഇൻഡിഗോ പൗഡർ വാങ്ങാൻ കിട്ടും, നീലയമരി പൗഡർ. അത് വാങ്ങിയിട്ട് ഇതുമാതിരി മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്ത് വീണ്ടും സെറ്റാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇൻഡിഗോ പൗഡറൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഞാൻ ഹെന്ന മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ബ്ലാക്ക് ഹെയർ വേണം എന്നുള്ളവർക്കാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ 2 മണിക്കൂറാണ് ഇത് തലയിൽ വെക്കാറുള്ളത്. തലനീരർക്കൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തണുവാണല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ അതിനുശേഷം നെറ്റിയിലും കഴുത്തിലൊക്കെ ആയത് എക്സസൈസ് വന്നിട്ടുണ്ടായിരുന്നതൊക്കെ ഞാൻ തുടച്ച് കളയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഹെയർ ക്യാപ്പ് ഇടുമായിരിക്കും ബെറ്റർ. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം കഴുകി കളയുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹെന്ന പ്രോസസ്സ് വന്നിട്ട്. അപ്പോൾ നമുക്ക് തിക്കായിട്ട് ഹെയർ കിട്ടാൻ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തിക്കായിട്ട് ഹെയർ കിട്ടാനും പിന്നെ എന്തെങ്കിലും ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാനൊക്കെ നല്ലൊരു മെത്തേഡാണ് കേട്ടോ അത്. എഫക്റ്റീവായിട്ട് നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇതിൽ ഇൻഡിഗോ പൗഡറിൻ്റെ മെത്തേഡ് ഞാൻ കാണിക്കുന്നില്ല, ഞാനത് യൂസ് ചെയ്യാറില്ല. അങ്ങനെ വേണ്ടവർക്ക് മാത്രം അത് ജസ്റ്റ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ അതിൽ പ്രോസസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.